പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25 അധ്യായം 15 തിരുവചനത്തിൽ ഒരു രംഗമുണ്ട്. ഒരു പ്രഭു രാജ പദവി സ്വീകരിക്കാൻ പുറപ്പെട്ടപ്പോൾ 5 2 1 താലന്ത് വീതം 3 പേർക്ക് സമ്മാനിച്ചു. ഒരു താലന്ത് കിട്ടിയവൻ മാത്രം അധ്വാനിക്കാതെ ഭയന്ന് മണ്ണിൽ കുഴിച്ചിടുന്നു. തിരിച്ചു വന്ന് രാജാവ് കണക്ക് ചോദിച്ചു. കൂടുതൽ നേടിയവന് കൂടുതൽ സമ്മാനങ്ങൾ ലഭിക്കുന്നു. എന്നാൽ ഒന്നും ചെയ്യാതെ മണ്ണിൽ കുഴിച്ചിട്ടവൻ ശകാരിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള താലന്തുകൾ ദൈവം തന്നിട്ടുണ്ട്. അത് നാം വർദ്ധിപ്പിക്കാൻ കടപ്പെട്ടവരാണ്. എന്താണ് ആ ഒരു താലന്ത് വർദ്ധിപ്പിക്കാത്തവന് കിട്ടിയ ശിക്ഷ? 1, അവനുള്ളത് എടുത്തു മാറ്റപ്പെടുന്നു. 2, അവൻ കഠിനമായി ശകാരിക്കപ്പെടുന്നു. 3, അവന് ശിക്ഷ ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, താലന്ത് ലഭിക്കാത്ത ആരുമില്ല. ചിലരൊക്കെ പറയും എനിക്ക് കഴിവില്ല. ഉണ്ട്. എല്ലാവർക്കും അവനവൻ്റെ ജീവിതത്തിന് ആവശ്യമായ താലന്തുകൾ ദൈവം നൽകുന്നുണ്ട്. നാം തിരിച്ചറിയേണ്ടത് 1, ഇത് സൗജന്യ ദാനമാണ്. 2, ഇത് വർദ്ധിപ്പിക്കാനുള്ളതാണ്. 3, ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ വേണം നാം പ്രവർത്തിക്കുവാൻ.